ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അങ്ങനെ തൃശ്ശൂര് നാളെ പ്രധാനമന്ത്രി വരികയാണ്. പ്രധാനമന്ത്രി വരുന്നതല്ല എന്നുള്ള വിഷയം. അദ്ദേഹം വരട്ടെ, അദ്ദേഹത്തെ കേരളം സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, രാഷ്ട്രീയ കാര്യങ്ങൾ, രാജ്യ പുരോഗതിയൊക്കെ സംസാരിക്കട്ടെ. അതിലൊക്കെ നമ്മൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ തൃശ്ശൂര് ചുവരേത്ത് മാധ്യമങ്ങളൊക്കെ പറയുന്നു കേരളത്തിലെ ആദ്യത്തെ ചുമരേത്ത് തൃശ്ശൂരാണ്. എന്നാൽ തൃശ്ശൂരല്ല, ആറ്റിങ്ങൽ അടൂർ പ്രകാശിന് വേണ്ടിയും കുറെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചുവരേത്തുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ മണ്ഡലത്തില് മത്സരിക്കുന്ന കാര്യം അവിടെ തീരുമാനമായതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ അതിന് മുമ്പ് തീരുമാനമായെങ്കിൽ ആദ്യത്തെ ചുവരേത്ത് അടൂർ പ്രകാശിനായിരുന്നു. അപ്പോൾ സുരേഷ് ഗോപിയുടെ ചുവരെഴുത്തുകൾ സജീവമായി. സുരേഷ് ഗോപി ഞാൻ എടുക്കും. സുരേഷ് ഗോപി എടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഇലക്ഷന് ശേഷം അറിയാൻ പറ്റും. പക്ഷെ സാഹചര്യം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സുരേഷ് ഗോപി കോഫി വിത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുമായിട്ട് ഭയങ്കരമായിട്ട് തന്നെ അവിടെ ഉണ്ട്. കുറെ അധികം നാളുകളായിട്ട് പുള്ളിക്കാരൻ തൃശ്ശൂരിൽ ലൈവായിട്ടുണ്ട്. തൃശ്ശൂരിലെ പല വിഷയങ്ങളിൽ സംവദിക്കുന്നുമുണ്ട്. അദ്ദേഹം നല്ല രീതിയിൽ അവിടെ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. തൃശ്ശൂരിലെ BJP അല്ലെങ്കിൽ പാർട്ടി പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വിലയിരുത്തൽ അനിവാര്യമാണ്. അങ്ങനെ ആ ഒരു ഗ്രൗണ്ട് തലത്തിൽ അങ്ങനെ വർക്ക് നടന്ന അദ്ദേഹത്തിന് നല്ലൊരു മുൻതൂക്കം ഉണ്ടാവും. എന്താ പറയുക, അദ്ദേഹത്തെ എഴുതി തള്ളിക്കളയാൻ സാധിക്കില്ല. ഇനി തൃശ്ശൂര് പ്രതാപൻ തന്നെ ആയിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കോൺഗ്രസിന്റെ സമരങ്ങളിൽ അദ്ദേഹം തന്നെയായിരുന്നു മുന്നിട്ട് നിന്നത്. അത് കോൺഗ്രസും BJP മുതലെടുക്കുന്നു എന്നൊരു അവസരം വന്നപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടു. ക്രെഡിറ്റ് മൊത്തം മുഖ്യമന്ത്രിക്ക് പോയി തീരുമാനമാക്കിയിട്ടുണ്ട്. ഇനി CPIക്കാണ് അവിടെ LDFന്റെ CPI ആണ് സ്ഥാനാർത്ഥി നിർത്തുന്നത്. PS സുനിൽകുമാറിനെയാണ് നിർത്തുന്നതെങ്കിൽ CPIക്ക് വിജയ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം സഖാവ് വിനോയ് വിശ്വമൊക്കെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ത്രികോണ മത്സരം അവിടെ നടക്കും. ഗംഭീര മത്സരം നടക്കും. CPIക്ക് സീറ്റ് തിരിച്ചു പിടിക്കാൻ കിട്ടിയൊരു ചാൻസ് ആണ്. അത് അവർ കളയത്തില്ല. കിട്ടിയ സീറ്റ് അല്ലെങ്കിൽ ജയിച്ച സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കോൺഗ്രസും പിടിച്ചെടുക്കണം, ജയിക്കണം എന്ന വാശിയുമായി സുരേഷ് ഗോപിയും കളന്നിറയുമ്പോൾ കാഴ്ച വേറെ ലെവലായിരിക്കും. തൃശ്ശൂർ പൂരവും പുലിക്കളിയും സാന്താക്ലോസിനെക്കാട്ടിലും ആവേശം ലോക്സഭാ ഇലക്ഷന് തൃശ്ശൂർ ഉണ്ടാകും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ തൃശ്ശൂര് എന്തായാലും സൂപ്പറായിട്ട് പോകട്ടെ. ഇനി തിരുവനന്തപുരത്തേക്ക് വന്നാൽ തിരുവനന്തപുരത്തെ കുറിച്ച് സംസാരിക്കുന്നത് തിരുവനന്തപുരത്ത് ശശി തരൂരാണ്. ശശി തരൂർ തോക്കുമെന്നാണ് ഇന്നലെയും കൂടി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്. അപ്പോൾ തൃശ്ശൂര് പോലെ തന്നെ മറ്റ് BJP അല്ലെങ്കിൽ BJPക്ക് ജയിക്കേണ്ട സീറ്റുകളിൽ ലിസ്റ്റ് ഉണ്ട്. അവരൊരു 6 സീറ്റ് പറഞ്ഞു, പിന്നെ അത് 6 ചുരുങ്ങി 4 ആയിട്ടുണ്ട്. ഇപ്പം നിലവിൽ അവർ പറയുന്നത് തിരുവനന്തപുരം, ആറ്റിങ്ങല്, തൃശ്ശൂര്, പത്തനംതിട്ട, പാലക്കാടും കാസർഗോഡും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം ഇപ്പോൾ പാലക്കാട് ചിലപ്പോൾ ഒരു മുൻതൂക്കം ഉണ്ടാക്കിയേക്കാം. പക്ഷെ നിലവിൽ 4 എണ്ണമാണ്. അതായത് തിരുവനന്തപുരം, ആറ്റിങ്ങല്, തൃശ്ശൂര്, പത്തനംതിട്ട, ഇത് 4 അവരുടെ പ്രഥമ പരിഗണനയിലുള്ള. അപ്പോൾ നമ്മൾ തൃശ്ശൂർ നമ്മൾ നോക്കി. ഇനി തിരുവനന്തപുരത്തേക്ക് വേണം. തൃശ്ശൂര് സുരേഷ് ഗോപി നല്ലൊരു കയറ്റം കയറാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള വർക്ക് അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ ഒന്ന് പ്രതാപനും സുനിൽകുമാറും ആണെങ്കിൽ പക്ഷെ വേറെ ആവും. ഇനി തിരുവനന്തപുരത്തേക്ക് വേണം. തിരുവനന്തപുരത്ത് അവർ ദേശീയ നേതാക്കളെ ഇറങ്ങണം. ഇപ്പൊ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരെ ഇറക്കണമെന്ന് വിചാരിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിർമ്മല സീതാരാമന്റെ, അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രശേഖരന്റെ ഒക്കെ പേരുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ദേശീയ നിർവാഹി സമിതി അംഗത്തിന്റെ ഒക്കെ പേരുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് എത്തി നിൽക്കുന്നത് നമ്മുടെ കൃഷ്ണകുമാറിൽ തന്നെയാണ്. കൃഷ്ണകുമാറിനെ ഇവിടെ ഇറക്കണമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ജില്ലയിലെ പ്രവർത്തകരുടെ ഒരു വികാരം. അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ കൃഷ്ണകുമാറിനെ ഇറക്കണമെന്നൊന്നും അങ്ങനെ പറയുന്നതായിട്ട് കേൾക്കുന്നില്ല. നമ്മൾ പരിശോധന കണ്ടില്ല. പക്ഷെ നേതൃത്വത്തിലുള്ള അവിടെയുള്ള പലരും മത്സരിക്കണമെന്നൊക്കെ ആയിരിക്കും. പക്ഷെ മൊത്തത്തിലുള്ളൊരു വികാരം, പ്രവർത്തകരുടെ വികാരം
കൃഷ്ണകുമാറിനെ ഇറക്കണമെന്നാണ്, കൃഷ്ണകുമാർജി അവിടെ മത്സരിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണകുമാർജിക്ക് വേണ്ടിയുള്ള പ്രചരണം BJP ആരംഭിച്ചതും. അവിടെ എന്താണ് BJP അല്ലെങ്കിൽ ആ ഇഷ്ടപ്പെടുന്ന ആളുകൾ സംഘപരിവാർ ആഗ്രഹിക്കുന്നതും കൃഷ്ണകുമാർജിയാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാർജിക്ക് വേണ്ടി നടക്കുന്നുണ്ട്. ആ ഒരു തലത്തിൽ ഗ്രൗണ്ട് തലത്തിൽ വർക്ക് നടത്തിയ കൃഷ്ണകുമാർജി മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും, നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. കോൺഗ്രസിന്റെ എന്താണ് ശശി തരൂര, ഇടതുപക്ഷത്തിന്റെ അവിടെയും CPIക്കാണ് സീറ്റ്. ആരാണ് തീരുമാനമാക്കിയിട്ടില്ല. അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ അടുത്തത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട എൻ്റെ ജില്ല, എനിക്ക് വോട്ടുള്ള മണ്ഡലം. അപ്പോൾ പത്തനംതിട്ടയിലേക്ക് പത്തനംതിട്ടയിൽ ആന്റണിയെ മാറ്റുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. കോൺഗ്രസ്സില് CPMൻ്റെയാണ് പത്തനംതിട്ട മണ്ഡലം. LDFിൽ CPMൽ ആരൊക്കെ വരുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനവും ആയിട്ടില്ല. കാരണം മുൻ റാന്നി MLA ആയിരുന്ന ആൾക്കാരൊന്നും സീറ്റെന്ന് അദ്ദേഹം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹത്തെ എന്തോ ഒരു സ്ഥാനം കൊടുത്ത് മാറ്റിയിട്ടുണ്ട്. ഏതോ ഒരു തൊഴിലാളി സംഘടനയുടെ അങ്ങനെ തലപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം അദ്ദേഹം പരിഗണനാ ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ തോമസ് ഐസക് പരിഗണനാ ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ മുൻ DCC പ്രസിഡന്റ് ആയിട്ടുള്ള കോൺഗ്രസിൽ നിന്ന് ഇപ്പം CPMലേക്കൊക്കെ വരുന്ന ആളുകളെയൊക്കെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ അത് CPMൽ തീരുമാനമായിട്ടില്ല. പക്ഷെ BJPയിൽ 3 പേരുകളാണ്. ഒന്ന് PC ജോർജ് NDAയുടെ ഭാഗമായിട്ട് കേരള സെക്കുലർ പാർട്ടിയുടെ പേരിൽ ജനപക്ഷം സെക്കുലർ കുറെ പാർട്ടിയാണ് ഉണ്ടാക്കിക്കൊണ്ട് പേര് പറഞ്ഞു. ജനപക്ഷം സെക്കുലർ പാർട്ടിയുടെ രീതിയിൽ NDA സ്ഥാനാർത്ഥികളിൽ മത്സരിക്കാൻ സാധ്യത. PC ജോർജ് BJPയിലേക്ക് വന്ന് താമര ചിഹ്നത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യത. അതുപോലെ തന്നെ മാണി സി കാപ്പനെ NDAയിലേക്ക് എത്തിച്ച് മാണി സി കാപ്പൻ ഉണ്ടാക്കിയ പാർട്ടിയുടെ പേരിൽ മത്സരിപ്പിക്കാൻ സാധ്യത. അടുത്തത് സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ മത്സരിക്കാനുള്ള സാധ്യത. അഞ്ചാമതായിട്ട് ഇതിപ്പോ 4ാമത്തെ ആളായിരുന്നു. പക്ഷെ സാധ്യതകളിൽ 5ാമത്തെ സാധ്യതയായിട്ട് ഉണ്ണിമുകുന്ദൻ, ചലച്ചിത്ര താരം ഉണ്ണിമുകുന്ദൻ BJP സ്ഥാനാർത്ഥിയായിട്ട് പത്തനംതിട്ട മത്സരിക്കാനുള്ള സാധ്യത. ഉണ്ണിമുകുന്ദന്റെ സാധ്യത എടുത്താൽ ഇപ്പൊ മാളികപ്പുറമൊക്കെ ഇറങ്ങി അദ്ദേഹം ഒരു സംഘപരിവാർ നിലപാടിലേക്കൊക്കെ വന്ന് അദ്ദേഹത്തെ അയ്യപ്പനായിട്ട് കാണുന്ന ഒരുപാട് പ്രായം നിന്ന ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വികാരം വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷയിൽ ഉണ്ണിമുകുന്ദനെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്ന ഒരു പരീക്ഷണത്തിന് BJP ഒരുങ്ങുന്നു എന്നാണ് വീണ്ടും കേട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് BJPയുടെ പത്തനംതിട്ടയിലെ സാധ്യത. ഇനി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒന്നുമില്ല, മുരളീധരൻ തന്നെയാണ് കേന്ദ്ര സഹമന്ത്രി. മുരളീധരൻജി തന്നെയാണ് മത്സരിക്കുന്നത്. അവിടെ അടൂർ പ്രകാശും ഉണ്ട്. CPMൻ്റെ സമ്പത്ത് തന്നെ ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇതിൽ BJP മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യത ഒന്ന്, ആറ്റിങ്ങലിൽ അത്യാവശ്യം മുന്നേറ്റം ഉണ്ടാക്കും. പക്ഷെ അടൂർ പ്രകാശ് കളം ഒറഞ്ഞു കളിക്കുന്ന ആളാണ്. രാഷ്ട്രീയത്തിൽ എന്താ പറയുക, എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയത്തിൽ തപ്പാനാന്നൊക്കെ പറയത്തില്ല. എന്നുവെച്ചാൽ പോസിറ്റീവായിട്ട് എടുക്കുക, മുതിർന്ന തലത്തിൽ ചിന്തിച്ച് എങ്ങനെ വോട്ട് വിളിച്ചെടുക്കാന്ന് അറിയാവുന്ന ഒരാളാണ് അടൂർ പ്രകാശ്. പിന്നെ വന്നത് സമ്പത്ത്. അദ്ദേഹം അവിടെ MP ആയിരുന്ന ആളാ. CPMന്റെ എല്ലാ കളികളും അറിയാവുന്ന ആളാ. എന്താ പറയാ, CPMന് വേണ്ടി പ്രവർത്തിച്ച് അല്ലെങ്കിൽ ആ ഒരു ആശയത്തിന് വേണ്ടി, കമ്മ്യൂണിസ്റ്റ് എന്ന ആശയത്തിന് വേണ്ടി പ്രവർത്തിച്ച് എല്ലാ വർഷവും ജയിലിൽ ശിക്ഷ അനുഭവിച്ച ഒരു അച്ഛൻ്റെ മകനാണ് സമ്പത്ത്. അദ്ദേഹത്തിന് അത് വോട്ടാക്കി മാറ്റാനും അവിടെ നിൽക്കാനും CPMന്റെ സർവജ്ഞ പിന്തുണയുള്ള ഒരു CPM നേതാവിനെ തോപ്പിക്കാൻ കുറച്ച് പാടാ. പിന്നെ മുരളീധരൻജിക്ക് വേണ്ടി അവിടെ പല വിധത്തിലുള്ള BJP എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യുന്നുണ്ട്. നിർമ്മല സീതാരാമൻ അവിടെ വന്നിട്ട് പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. വർക്കല ശിവഗിരി എന്ന് പറയുന്ന നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അത് നവീകരിക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടത്തുന്നുണ്ട്. പക്ഷെ അവിടെയും സാധ്യത ചിലപ്പോൾ 2ാം സ്ഥാനത്തേക്ക് വരാം. മുരളീധരൻ 2ാം സ്ഥാനത്തേക്ക് വരാം. തിരുവനന്തപുരം കട്ടയ്ക്ക് പിടിച്ചാൽ ചിലപ്പോൾ വിജയസാധ്യതയ്ക്ക് അടുത്തെത്താം. തൃശ്ശൂർ കനത്ത മത്സരം. പത്തനംതിട്ട പിന്നെ എനിക്ക് പ്രതീക്ഷയില്ല BJP അവിടെ മുന്നേറ്റം ഉണ്ടാക്കുന്നതായത്. കഴിഞ്ഞ വട്ടം നല്ല മുന്നേറ്റം ഉണ്ടാക്കി അത് ഈ വട്ടം നിലനിർത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. മറ്റ് സ്ഥാനാർത്ഥികൾ കൂടി കൺഫേം ആവട്ടെ ഇത് പറയാം. എന്താണെങ്കിലും തൃശ്ശൂർ എടുക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. എന്തായാലും ചുവരുകൾ നിറഞ്ഞ് കളം നിറയട്ടെ. മറ്റൊരു വീഡിയോ കാണാം. ദിസ് ഇസ് ചിന്താ.